ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന സോഫ്റ്റ് ഉപ്പുമാവും അതിൻ്റെ കൂടെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉടച്ചൊഴിച്ച ഒരു എഗ്ഗ് മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമ്മൾക്ക് കാലത്ത് തന്നെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇതുപോലുള്ള റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. ഒരു ക്യാരറ്റ്, ഒരു സവാള, ഇഞ്ചി, പച്ചമുളക്, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാലത്ത് ഓഫീസിലൊക്കെ പോകാനുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി കഴിക്കാം കേട്ടോ. ബാക്കിയുള്ള ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊന്നും ഉണ്ടാക്കുന്ന പോലത്തെ അത്ര വലിയ ടൈമൊന്നും ഇതിന് വരുന്നില്ല. മാത്രമല്ല പൊതുവേ നമുക്ക് ഉപ്പുമാവ് കഴിക്കാൻ കുറച്ച് മടിയാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ക്യാരറ്റ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, എരിവൊന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഒരുമിച്ചാണ് ഇട്ട് വയ്ക്കുന്നത്. ഇനി ഞാനിവിടെ റവ എടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ അളവിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെള്ളം വളരെ കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കടായി ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുണ്ട്. 1.5 കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം, ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ റവ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെയാണ് ഇതിൽ നിന്ന് മാറ്റാം. ഇനി അതേ കടായി തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് നമ്മളിതിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 5 കാഷ്യൂനട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കുറച്ച് ഇതുപോലെ ഉപ്പുമാവ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, ഒത്തിരി പച്ചക്കറിയൊന്നുമില്ല, നമ്മൾ സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ വെജിറ്റബിൾസ് വേണ്ടവർക്ക് കൂടുതൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്നത് ഈ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെയാണ്. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ്. 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 2.5 കപ്പ് മുതൽ 3 കപ്പ് വരെ ആവാം കേട്ടോ. അപ്പോൾ വളരെ കുഞ്ഞായിട്ടുള്ള റവയും കൂടെ കിട്ടുന്നുണ്ട്, നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ തന്നെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇളക്കി കൊടുക്കരുത്. ഇങ്ങനെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അടച്ച് വെച്ച് കഴിഞ്ഞാലാണ് ശരിക്കും ഈ ഉപ്പുമാവ് വെന്ത് കിട്ടുള്ളൂ. നല്ലോണം ഇങ്ങനെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കണം. ഇത് അടച്ച് വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുകയും വേണം, അതുപോലെ തന്നെ അടച്ച് വയ്ക്കുകയും വേണം ആ സമയത്ത്. അപ്പോൾ ഇതായി വരുമ്പോഴേക്കും 3 സവാള, 3 തക്കാളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുത്ത് വരാം. ഒരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 4 സ്പൂണോളം ഓയിലും 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. സവാള മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില കുറച്ച് അധികമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണമാണ് കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഒരുപാട് വഴന്ന് വരുമൊന്നും വേണ്ട. ഇതിൻ്റെ ആ ഒരു ഇങ്ങനെ കടിക്കുമ്പോൾ അറിയാൻ പറ്റിയൊരു ഹാഫ് കുക്കായിട്ടുള്ളത്.
ആ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ മസാലകളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചുള്ള തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാലഡ് കഴിക്കുന്ന പോലെ തന്നെയാണ്, അധികം വേവിക്കാതെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം, ഉടഞ്ഞിങ്ങനെ മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തക്കാളി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ട നമ്മൾ ഉടച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ പൊട്ടാത്ത രീതിയിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ഒഴിക്കുന്നതിന് പകരം നമ്മളൊരു ബൗളിലേക്ക് ഉടച്ചൊഴിച്ചതിന് ശേഷം പതുക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരി ഒന്നും പൊട്ടാതെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയം ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു നുള്ളു ഉപ്പൊന്നും വെത്തിരി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതിൽ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉടച്ചൊഴിച്ച മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്, കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ ബുൾസൈ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഇരിക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ അടച്ച് വെച്ചിരുന്നില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഈ നേരത്താണ് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ചൂടാറും തോറും ഇതിൻ്റെ ഇങ്ങനെ ഈ കട്ട പോലെ ഇരിക്കുന്നില്ലേ, നമ്മൾ ഉപ്പുമാവ് എത്രയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും അധികം എണ്ണയൊന്നും ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചൂടിൽ നല്ല കട്ടയായിട്ട് തോന്നും. പക്ഷെ അത് ചൂടാറി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുട്ട മസാല നോക്കാം. ഇതിൻ്റെ മുട്ട മഞ്ഞ ഉണ്ടല്ലോ, അതൊന്ന് ഉടയാത്ത രീതിയിൽ വേണം ഇതിനെ എടുക്കാൻ വേണ്ടി. ഇതിങ്ങനെ കൂട്ടിക്കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ പഴം പുഴുങ്ങിയതും മുട്ട മസാലയും അതുപോലെ തന്നെ ഉപ്പുമാവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.